ഫോർ ദ പീപ്പിൾ റീ റിലീസിന് വരികയാണ്. റീ റിലീസിന്റെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. നമ്മളുടെ ഒരു സിനിമ റീവിസിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് റെലവെന്റ് ആണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ കാലത്ത് നമുക്ക് ആ ഒരു ലുക്കും ഇപ്പോഴത്തെ ഒരു ആ ഒരു ബോഡി ഷെയിം കമന്റുകളൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ടോ? ബോഡി ഷെയിമിങ് കമന്റുകൾക്കൊക്കെ ഞാൻ വ്യക്തിപരമായി എതിരാണ്. ഇപ്പം ചേട്ടനെ നോക്കുകയാണെങ്കിൽ ഫോർ ദ പീപ്പിൾ റീ റിലീസിന് വരികയാണ്. ഫോർ ദ പീപ്പിൾ അതിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? റീ റിലീസിന്റെ പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു കൂടുതൽ പറയേണ്ടത് അതിന്റെ നിർമ്മാതാവാണ്. അപ്പൊ ഈ ഒരു പഴയ സിനിമ അതിന്റെ റീസ്റ്റോറേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ അതിന്റെ റിലീസിനെ കുറിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം മേ ബി അത് നിർമ്മാതാവായിരിക്കും അതിനെ കുറിച്ച്. അതൊരു നമ്മളിപ്പം റീ റിലീസുകളുടെ ഒരു ഇത് റേഷ്യോ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഫോർ ദ പീപ്പിളിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട്. അതിന്റെ ഇപ്പം ഒരു സിനിമ റീ റിലീസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ആഘോഷിക്കപ്പെടുന്നത് നല്ല പാട്ടുകൾ, എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ, സിനിമയിൽ തിയേറ്ററിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്ന പാട്ടുകളുള്ള സിനിമകളാണ് കൂടുതലും റീ റിലീസ് ചെയ്ത് ഹിറ്റ് ആവുന്നത്. അതിനൊരു നല്ല സാധ്യതയുള്ള സിനിമയാണ് ഫോർ ദ പീപ്പിൾ. അപ്പം അത് എങ്ങനെ, അതിന്റെ ഒരു ഫീൽ എങ്ങനെയാണ്? അതിന്റെ ഫീൽ വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ കുറെ കാലം നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യുന്നു, അത് ഒരുപാട് കാലം കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മളുടെ ഒരു സിനിമ റീവിസിറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് റെലവെന്റ് ആണ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറയുന്നത് നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആ കാലത്ത് നമുക്ക് ആ ഒരു ലുക്കും ഇപ്പോഴത്തെ ഒരു ആ ഒരു ഇതും തമ്മിലുള്ള കമ്പാരിസൺ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബോഡി ഷെയിം കമന്റുകളൊക്കെ വരുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ടോ? ഇല്ല, അങ്ങനെ ബോഡി ഷെയിമിങ് കമന്റുകൾക്കൊക്കെ ഞാൻ വ്യക്തിപരമായി എതിരാണ്. ഞാനതിനൊന്നും, അത് പറയുന്നവരുടെ കാര്യമാണ്, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാറില്ല. പക്ഷേ ആളുകളിൽ മാറ്റം ഉണ്ടാവേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പേഴ്സണലി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമയെ കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, ഉള്ളിൽ ചെറിയൊരു അല്ലാത്തൊരു തോന്നലുണ്ട് മാറിയിരുന്നത്. അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ടുള്ള സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഉള്ളിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമയുടെ പേരിൽ അറിയപ്പെടണമെന്നും ഞാൻ വിചാരിക്കുന്നില്ല, പേഴ്സണലി ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പറയുന്നത് അവരുടെ പെർസ്പെക്റ്റീവാണ്. അങ്ങനെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെല്ലാം അവരുടെ പെർസ്പെക്റ്റീവാണ്, അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കാലികമായ മാറ്റങ്ങൾ മനുഷ്യരിലും മറ്റെല്ലാ കലാസൃഷ്ടികളിലും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ നിഴലിക്കുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ മാത്രമാണ്. അത് നമ്മൾ എടുക്കേണ്ടതാണ്, നമ്മൾ ഉൾക്കൊള്ളേണ്ട മാറ്റങ്ങളാണ്. ഈ ഇത് പറഞ്ഞ പോലെ തന്നെ പോലീസ് ഇത് ചെയ്യുന്ന ചേട്ടൻ്റെ സിനിമകൾ ചെയ്യുന്ന സമയത്ത് വിമർശനങ്ങളും ഒപ്പം തന്നെ വരാറുണ്ട്. ഇപ്പൊ ഒരു പോലീസുകാരൻ ചെയ്യുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഒരു പോലീസുകാരൻ ഈ ചെയ്യുന്ന ഒരു സംഭവത്തിന് വല്ലാതെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോലീസുകാർ ചെയ്യുന്ന ചില പ്രവർത്തികളെ ന്യായീകരിക്കുന്നു എന്നുള്ള രീതിയിലും കൂടി അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ പറഞ്ഞ ഒരു സിനിമ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ അറിയാതെ പറ്റിയ കാര്യങ്ങളെ ആൾക്കാർ വിമർശിക്കാറുണ്ട്, ചിലപ്പോൾ അറിഞ്ഞ്. അത് എനിക്ക് ഫീൽ ചെയ്താണ്. ഇതെല്ലാം പറയില്ല, എല്ലാം നമ്മളെ ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനൊരു പോലീസുകാരനായിട്ടാണ് ജീവിച്ചത്. അപ്പൊ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഞാൻ ഒരു പക്ഷേ പോലീസ് പക്ഷത്ത് നിന്ന് തന്നെ സംസാരിച്ചിട്ടുള്ള സിനിമകളാണ് കൂടുതലും. അല്ലാതെ അതിപ്പം ആൾക്കാരുടെ അഭിപ്രായമാണ്, അതിനെ നമ്മൾ എടുക്കും. തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്താൻ ഉള്ള മനസ്സ് നമ്മളുണ്ടാവും. കാരണം ഞാനത് കേൾക്കാറുണ്ട്. റിവ്യൂസ് മീൻസ് അങ്ങനെ സിനിമയെക്കുറിച്ച് ഓൺലൈനല്ല, കുറച്ച് ക്രിറ്റിക്കലായിട്ട് എഴുതുന്ന ആൾക്കാരുടെ എഴുത്തുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു പൊളിറ്റിക്കലി റോങ് ആണ് അപ്പോൾ എന്ന് തോന്നിയാൽ അടുത്ത പ്രാവശ്യം അത് തിരുത്താൻ ശ്രമിക്കും. ഇത് നമ്മളൊരു പ്രോസസ്സാണ്, അത്രയേ ഉള്ളൂ. ഇപ്പം ഷാഹി കപൂറിന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ, ഇപ്പൊ ജോസഫ് തൊട്ട് തുടങ്ങുന്ന സിനിമകളിലെ ഓരോ സ്ത്രീകൾക്കും ഒരു നായകന് ഒപ്പം തന്നെ സ്പേസ് ഉള്ള കഥാപാത്രങ്ങളാണ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഈ ഒരു ചിന്തയിലൂടെ തന്നെയാണോ കഥാപാത്രങ്ങൾ എഴുതുന്നത്? അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഞാൻ പറയാം, ബോയ്സ് സ്കൂളിൽ പഠിച്ചു, അങ്ങനെ സ്ത്രീകളുമായി വലിയ സൗഹൃദമൊന്നുമില്ല. ബോയ്സ് സ്കൂളിൽ പഠിച്ചു, പിന്നെ കോളേജ് വന്നപ്പം കോളേജിലൊന്നും ഒരു പ്രണയമൊന്നും ഇല്ലായിരുന്നു, പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ പോലീസ് വരുമ്പം വീണ്ടും ആൺസംഘത്തിനിടെ മാത്രം ജീവിച്ച ഞാനാണ്. അപ്പൊ എനിക്കൊരു സ്ത്രീ കഥാപാത്രത്തെ എഴുതാൻ പറ്റാതിരിക്കുന്നതിന്റെ ഭയമാണ്. 1-2 സീനിലേ ഉള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു ഈ സിനിമ മാറ്റി നിർത്തിയാൽ എന്റെ എല്ലാ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പം അവർക്ക് കൊടുക്കുന്ന വാല്യൂ അല്ല, ഞാൻ പറഞ്ഞ ആ ഒരു വിഷയമുള്ളതുകൊണ്ട് എന്റെ ഭയമായിരിക്കാം 1-2 സീനിൽ ഒതുക്കിയാലും അതിലൊരു കാരണം ഉണ്ടാക്കി അല്ലെ സ്ട്രോങ് എലമെന്റ് ഉണ്ടാക്കി എടുക്കുന്നത് എന്റെ ഫിയറിൽ നിന്നാണത്. കാരണം ഈ പടത്തിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നൊരു ലിജോമോളാണ് ഞാൻ ചെയ്ത സിനിമകളിലൊരു ലോങ് ആയിട്ടൊരു സ്ത്രീ കഥാപാത്രമുള്ളൂ. എങ്ങനെയാണ് ലിജോമോളിലേക്ക് ഇത് എത്തുന്നത്? അങ്ങനൊന്നുമില്ല. ലിജോ നമ്മളെ ഒരു കഥാപാത്രത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് കണക്ട് ആവുന്ന, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും യോജിച്ചു എന്നുള്ളത് കൊണ്ടാണ് ലിജോ വരുന്നത്. ലിജോ നല്ല ആർട്ടിസ്റ്റാണ്.
ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ബ്രഹ്മയുഗം ഇപ്പൊ നാഷണൽ അവാർഡ് വിൻ ചെയ്തു. ഇനിയിപ്പോ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ കളങ്കാവൽ കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? അറിയില്ല. പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷ ഉണ്ട്, എപ്പോഴും ഉണ്ട്. എല്ലാ പടത്തിനും പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ സ്റ്റാർസിന് വേണ്ടിയിട്ട്, വലിയ സ്റ്റാർസിന് വേണ്ടിയിട്ട് മ്യൂസിക് ചെയ്യുക അല്ലെങ്കിൽ സിനിമ ചെയ്യുന്നു, അവർക്ക് പാരലായിട്ട് നിൽക്കുന്നു, ഇതൊരു ടെൻഷൻ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലിങ്സ് എപ്പോഴെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് വന്നു പോയിട്ടുണ്ടോ? അങ്ങനൊന്നുമില്ല. ഇപ്പൊ മോഹൻലാലിനും മമ്മൂട്ടിക്കും വേണ്ടി മാത്രം കഥകൾ എഴുതുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത് മറ്റൊരാളിലേക്ക് പോവുക അല്ലെങ്കിൽ ആ ഒരു എത്തുമോ എന്നുള്ളൊരു. ആക്ച്വലി ഞാൻ ലാലേട്ടനൊരു കഥ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരിക്കലും ഒരു ഫുൾ കഥയായിട്ട് എവിടെയും പ്രസന്റ് ചെയ്തില്ല. ഈ കഥയാണല്ലോ ഒരു ഐഡിയ മാത്രമേ പിച്ച് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ എല്ലാ സിനിമകളും അങ്ങനെയാണ്. എനിക്കൊന്ന് ജോസഫും ഒരു ഐഡിയ പിച്ച് ചെയ്തതിന് ശേഷം എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ പാട്രിയന്റെ സെറ്റ് വെച്ചിട്ട് ഞാൻ പുള്ളിക്ക് കഥ പറഞ്ഞിരുന്നു, ഒരു ഐഡിയ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ ഐഡിയ ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഞാൻ കഥ പറയുന്നത്. അപ്പോൾ എനിക്കൊന്ന് സ്ട്രെയിറ്റ് നീ ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അത് എഴുതുവാണ്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ലാലേട്ടന് വേണ്ടി എഴുതുമ്പം നമ്മളിനി കൊടുക്കുന്ന ഒരു സാധനം റിജക്ട് ചെയ്യാന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ റീറൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അത് അപ്പൊ അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ആക്ച്വലി. കാരണം അത് അതിനിടെ നമ്മൾ ഈ പടത്തിന്റെ ഇടയിൽ കൂടെ പോകുന്നു. അതിന്റെ ഇടയിൽ എഴുത്തൊരു പ്രോസസ് സൈഡിൽ കൂടെ നടക്കും. ചേട്ടനൊപ്പം വന്ന എല്ലാ നടന്മാരും ഒരു ക്യാരക്ടർ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പം ചേട്ടനെ ഏതൊരു ഘട്ടത്തിലായിരിക്കാം ഒരു ക്യാരക്ടർ ലിഫ്റ്റിംഗ് അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അത് മറ്റൊരാള് ക്യാരക്ടർ ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ടോ അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. വേറൊരാൾ ചോദിക്കുമ്പോഴാണ് അത് നടന്നിട്ടുള്ളത്. പിന്നെ ഇതൊരു പ്രോസസ്സാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് ചിലപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു സിനിമയിൽ ഒരു ആക്ടർ എന്ന് പറയുന്നത് അയാള് തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. അത് മറ്റൊരാളുടെ തീരുമാനങ്ങളിലാണ് നമ്മളുടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഞാൻ അതിന് വിട്ടുകൊടുക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി ഭയങ്കരമായൊരു ശ്രമം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. എനിക്ക് ഈ പരിസരങ്ങളിൽ നിൽക്കാൻ വലിയ ഇഷ്ടമാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. ഞാൻ അതാണ് എൻജോയ് ചെയ്യുന്നത്. സിനിമയുടെ ഈ പ്രോസസ്സ്, അതിന്റെ കൂടെ നമ്മൾ ഫൈൻ മൈൻഡ്സിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നു. ചിലപ്പോൾ അങ്ങനെ അല്ലാതെ വളരെ റിലാക്സായി സിനിമ ചെയ്യുന്നവരോട് വർക്ക് ചെയ്യുന്നു. പലതരം ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇവിടെയൊക്കെ ഞാനുണ്ട് എന്നുള്ളൊരു സന്തോഷമാണുള്ളത്. ബാക്കി നമ്മളുടെ കരിയറിൽ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നമുക്ക് വലിയ നിയന്ത്രണം ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നാമത് ഒരു മിക്സഡ് ആർട്ടാണ്. ഒരുപാട് പേര് ചേർന്ന് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അത് മറ്റ് ചില മൈൻഡ്സിന്റെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലൊരു നിരാശയും ഉണ്ടാവാൻ പാടില്ല. അതില് നമുക്കൊരു ഗ്രിപ്പ്, നമ്മളാണത് നിയന്ത്രിക്കുന്നതെന്ന് തോന്നാനും പാടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഉണ്ടാവുന്നത് പോലെ വരിക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ വരിക. ഒരു ക്യാരക്ടർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനൊരു ആഗ്രഹം നമ്മളുടെ ജേണിയെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. പലപ്പോഴും വിപുലമായിട്ടുള്ള കാത്തിരിപ്പുകളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലും നല്ലതാണ് നമ്മളൊരു പ്രോസസ്സിൽ പങ്കെടുക്കുകയും കൂടുതൽ റിഫൈൻഡ് ആവുകയും ചെയ്യുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വ്യക്തിപരമായിട്ട്. ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചേട്ടൻ്റെ സോങ്ങുകൾക്കൊക്കെ ഒരു മെലഡി ഫീലിൽ പോകുന്ന പാട്ടുകളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. ഒരു ഡപ്പാങ്കൂത്ത് അല്ലെങ്കിൽ ഒരു ഹൈ ലെവൽ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ട്? അല്ല, എനിക്ക് അങ്ങനത്തെ സിനിമകൾ വന്നിട്ടില്ല ഇപ്പൊ. കൂടുതലും ത്രില്ലേഴ്സ് അങ്ങനത്തെ ഒക്കെ ഒരു ജോണിൽ തന്നെയാണ് പോയേക്കുന്നത്. അപ്പൊ അതിൽ ത്രില്ലർ ആണെങ്കിലും അതിലെന്തൊക്കെ നമുക്ക് ഡിഫറൻസ്, ഐ മീൻ പല ഡയറക്ടേഴ്സ് അവരുടെ രീതികളിൽ വ്യത്യാസമുണ്ട്. കഥ പറയുന്ന രീതികളിലും അതൊക്കെ സ്ക്രിപ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പൊ അതിലുള്ള മാറ്റങ്ങളാണ് കൂടുതലും. ഡപ്പാങ്കൂത്ത് വരുമ്പോ ചെയ്യാം. അതെ. ഏതെങ്കിലും ഒരു സിനിമയിലെ പാട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റാത്ത കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സിനിമയോ ഐ മീൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. വേണ്ടി വന്നാൽ മുജീബ് ഡപ്പാങ്കൂത്തും ചെയ്യും എന്നാണ് ഇതിന്റെ സന്ദേശം.